ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അങ്ങനെ അഭിയും നവ്യയും കൂടെ കുഞ്ഞിനും കൂടെ പുറത്ത് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ കട്ടക്കലിപ്പിലാണ് നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അഭി ഏത് സമയം ആ ചന്തുമോളം പൊക്കിക്കൊണ്ടിങ്ങനെ നടക്കുന്നത്? നിനക്ക് നാണമില്ലേ? ആ ആദർശല്ലേ ആ കുഞ്ഞിനും കൊണ്ട് നടക്കേണ്ടത്, നിനക്ക് വേറൊരു പണിയുമില്ലേ? അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ നവ്യയെ, അമ്മായി പറഞ്ഞാൽ അതനുസരിക്കല്ലേ നിവൃത്തിയുള്ളൂ. എന്നെ അമ്മയൊക്കെ വെറും അടിമകളെപ്പോലെ വേലക്കാരികളെപ്പോലെയല്ലേ അവിടെ അമ്മായി കാണുന്നത്. എന്ത് ചെയ്യാനാ നവ്യേ, ഞങ്ങൾക്ക് ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിനക്ക് ജോലിയില്ലെങ്കിൽ എന്താ, അതെനിക്കുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവർ പറയുന്നതൊക്കെ നീ കേൾക്കാൻ നിൽക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ വീട്ടിൽ നിന്ന് നമുക്ക് വേറെങ്ങോട്ടേലും പോകാമെന്ന്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അപ്പോൾ അഭി പറയുന്നുണ്ട്, അത് പിന്നെ നവ്യയെ അത് വേറൊന്നും കണ്ടല്ല, അവന്തിക അവളെപ്പറ്റി ഓർത്തിട്ടാണ്. അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയല്ലേ, നല്ലൊരു കുടുംബത്തിലേക്ക് അവളെ കെട്ടിച്ചു വിടണ്ടേ. അനന്തപുരി തറവാട്ടിലെ കുട്ടിയാണെന്നറിഞ്ഞാലേ അവൾക്ക് നല്ല ആലോചനകളൊക്കെ വരുള്ളൂ. അനന്തപുരിയെ പോലെ തന്നെ കാശും പ്രതാപവും ഒക്കെ ഉള്ള നല്ലൊരു കുടുംബത്തിലേക്ക് വേണം അവളെയും കെട്ടിച്ചേക്കാൻ. അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നിന്നെങ്കിൽ മാത്രമേ മുത്തശ്ശൻ അവൾക്ക് എല്ലാം കൊടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അതിനു മുമ്പ് ഞങ്ങളെ അടിച്ചിറക്കും. അതുകൊണ്ടാണ് അമ്മായി പറയുന്നതൊക്കെ കേട്ടും അനുസരിച്ചും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തിൻ്റെ പേരിലാണെങ്കിലും അഭി ഇങ്ങനെ നാണക്കെട്ട് ജീവിക്കേണ്ട ഒരാവശ്യവുമില്ല. അവൻ്റെ കല്യാണക്കാര്യമല്ലേ, അവളിവിടെ നിൽക്കട്ടെ, അത് അവളിവിടെ നിന്നുകൊണ്ട് തന്നെ സാധിച്ചെടുത്തോളൂ. അതിൻ്റെ പേരിൽ നീയും നിൻ്റെ അമ്മയും ഇങ്ങനെ നാണം കെടേണ്ട ഒരു കാര്യവുമില്ല. ഓ എൻ്റെ പൊന്നു നവ്യെ, നീ ഇത്രയും നേരമായിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത്? നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് എന്തിനാണ്? സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ? നിനക്ക് എന്താ വേണ്ടത് അത് നീ പറ, ആദ്യം അത് ചെയ്യാം. ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ശരി, കുഞ്ഞിന് കുറച്ച് ഉടുപ്പെടുക്കണം, അതാ ആദ്യം ചെയ്യണ്ടേ. അല്ല, നീ ആ ചന്തുമ്പോൾക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തല്ലേ? അത് പിന്നെ അമ്മായി പറഞ്ഞതനുസരിച്ച് അവൾക്ക് കുറച്ച് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും അവളൊന്ന് ഒമിറ്റ് ചെയ്തു. അതുകൊണ്ട് ആ ഡ്രസ്സ് മൊത്തം ആയി. അത് മാറ്റി വേറെണ്ണം വാങ്ങിച്ചു കൊടുത്തു, അല്ലാതെ വേറെയൊന്നുമല്ല. അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അതിനും കൂടെ അമ്മായി കിടന്ന് തുള്ളുകയല്ലേ, അത് ഞാൻ തന്നെ കേൾക്കേണ്ടി വരില്ലേ? ഓ എൻ്റെ ദൈവമേ, ഒരമ്മായി അവർ പറയുന്ന എല്ലാം ഇങ്ങനെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ട് നിന്നോണം. എന്തായാലും അതിനെക്കാട്ടിലും മികച്ചതൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് വാങ്ങണം എന്നും പറഞ്ഞ് ഒരുപാട് ഡ്രസ്സും കുറേയേറെ ടോയ്സും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇതേ സമയം ജലജയാണെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജലജ പറയുന്നുണ്ട്, നാശം പിടിക്കാനായിട്ട് അവൻ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചോളും, അതിൻ്റെ ബാക്കി അനുഭവിക്കുന്ന മൊത്തം ഞാനും. അവൻ ഒറ്റയൊരുത്തൻ കാരണം ഈ വീട്ടിലെ ജോലിയും അടുക്കളയിലെ ജോലിയും അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ച് എനിക്കിപ്പം ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. എൻ്റെ സൗന്ദര്യം പോലും എനിക്കിപ്പം നോക്കാൻ നേരമില്ലെന്നായി. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സ്വയമേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെയും കുളിപ്പിച്ചുകൊണ്ട് ജലജ മേളിലേക്ക് കയറിപ്പോവാണ്. അവിടെയാണെങ്കിൽ അവന്തിക്ക് ഇരിപ്പുണ്ട്. ജലജ ചന്തമേളം കൊണ്ട് കയറി വരുന്നത് കാണുമ്പോഴേ അവന്തിക്ക് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ അമ്മ കുഞ്ഞിനെയും കൊണ്ട്? എന്ത് ചെയ്യാനാ, നിന്റെ ഏട്ടൻ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് നിന്റെ അമ്മായി ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവളെ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കാനാണ് എൻ്റെ പറഞ്ഞിരിക്കുന്നത്. അവന്തിക അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും അമ്മയുടെ പൊന്നാരം മോൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് സംഭവിച്ചല്ലേ, അമ്മ തന്നെ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജലജ ബാത്റൂമിലേക്ക് പോവാണ്. കുളിപ്പിക്കാനായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുറുമ്പുകാരിയായ ചന്തുമ്പോള് അതേ വെള്ളം കോരി ജലജയുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ജലജയ്ക്കാണ് ദേഷ്യം വരുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കൊച്ചെ, നീ ഒന്ന് അടങ്ങി നിൽക്കുക അവിടെ, എനിക്ക് നിന്നെ കുളിപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. നിന്റെ ഓരോ കുരുത്തക്കേടും കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കിവിടെ നേരമില്ല. എന്തൊരു കഷ്ടമാണ് എൻ്റെ ദൈവമേ എന്നിങ്ങനെ പറഞ്ഞ് ചന്തുമോളെ കുളിപ്പിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വരുവാണ്. കയറി വന്ന് അവിടെ ഇരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനിയിപ്പം ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? അപ്പോൾ ചന്തുമോള് പറയുന്നുണ്ട്, എന്നെ നയനാമ പൗഡറൊക്കെ ഇട്ട് ഒരുക്കി സുന്ദരിയാക്കും. ഓ അതിനെന്താ, ഇനി അതും കൂടെ ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞ് ചന്തുമോളെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ച് കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരി കുഞ്ഞാക്കുന്നുണ്ട് ജലജ. ഇതിനിടയിൽ ചന്തുമോള് കട്ടിലെ കിടന്ന് തുള്ളുകയും ചാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഓ എൻ്റെ പൊന്നു കുഞ്ഞ്, നീ ഒന്ന് അടങ്ങിയിരിക്കെ, നിന്റെ ഈ ചാട്ടത്തിനിടയ്ക്ക് എങ്ങാനും തെറിച്ച് വല്ലതും തറയെ വീണ ആ ദേവയാനി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾ എന്നെ ചുമ്മാ വെറുതെ വിടുകയില്ല.
എന്നൊക്കെ പറഞ്ഞ് ചന്തുമോളെ കുറേ വഴക്കൊക്കെ പറഞ്ഞ് ജലജ ഒരുക്കി താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദേവയാനിയുടെ അടുക്കി എത്തുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി മോളെ ഒരുക്കി സുന്ദരിയാക്കിയല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു മുത്തശ്ശി? അത് പിന്നെ മുത്തശ്ശി എന്നെ ഒരുപാട് അടിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തു എന്നിങ്ങനെ ചന്തുമോൾ പറയുമ്പോൾ തന്നെ ദേവയാനി ദേഷ്യത്തോടു കൂടി ജലജ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി, ഞാൻ അതിനും ഒന്നും ചെയ്തില്ലല്ലോ. മോൾക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കാൻ വേണോ? അപ്പോൾ അങ്ങനെ ജലജ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആഹാരം എടുത്ത് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അതെ, നീ തന്നെ വേണം ആഹാരം എടുത്ത് കുഞ്ഞിന് വാരി കൊടുക്കുകയും വേണം എന്നിങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി തന്നെ ജലജ അകത്തേക്ക് പോയി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്, വാ കൊച്ച ഇങ്ങോട്ട്, നിനക്ക് ഞാൻ വാരിത്തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്തുമോൾ പറയുന്നുണ്ട്, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ഈ അമ്മൂമ്മ ചോറ് വാരി തരണ്ട, എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ഒരു നിർബന്ധമില്ല നീ തിന്നണമെന്നുള്ളത്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വന്ന് തിന്നാൽ മതി, ഇപ്പോഴാണ് ഞാൻ വാരിത്തരും. അപ്പോൾ ദേവയാനി പറയും, മോൾ അങ്ങനെയൊന്നും പറയല്ല, മോൾ പോയി കഴിക്കുക, ആ അമ്മൂമ്മ മോളുടെ അമ്മൂമ്മയല്ലേ, അമ്മൂമ്മ വാരിത്തരും. അപ്പോൾ ചന്തുമോൾ പറയും, അല്ല, അവരെൻ്റെ ആരുമല്ല, എനിക്കവരെ ഇഷ്ടമില്ല, എൻ്റെ അമ്മൂമ്മ അത് ഈ അമ്മൂമ്മയാ, എനിക്ക് ഈ അമ്മൂമ്മ വാരി തന്നാൽ മതി. എങ്കിൽ ശരി, വാ അമ്മൂമ്മ വാരിത്തരാം എന്നും പറഞ്ഞ് ദേവയാനി ജലജയുടെ ആ ചോറ് വാങ്ങിച്ച് കുഞ്ഞിന് വാരി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ, വാരി തീറ്റിക്കുമല്ലേ അവളെ ആ സാധനത്തിനെ. ഇതേ സമയം ആദർശ് ജ്വല്ലറിയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വേഷം മാറി അവിടേക്ക് ചെല്ലുകയാണ്. ഒരു സിക്കാറിൻ്റെ വേഷത്തിലാണ് ആദർശ് അവിടേക്ക് ചെല്ലുന്നത്. അതും വലിയ കമ്പനിയിൽ വലിയൊരു ഡീല് ഉറപ്പിക്കാനെന്നുള്ള രീതിയിലാണ് അവിടെ ചെല്ലുന്നത്. അവിടെ കയറി ചെന്ന് അവരുമായിട്ടുള്ള ഇടപെടലിൽ ഡേവിഡിൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ അത് ഡേവിഡിൻ്റെ കമ്പനി അല്ലാന്നും അതിൻ്റെ ഓണർ മറ്റൊരാളാണെന്നും എൻ്റെ ബിനാമി മാത്രമാണ് ഡേവിഡ് എന്നുള്ള കാര്യമൊക്കെ ആദർശ് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ ആദർശ് കിരണിനോടും അതുപോലെ നയനയോടും ഒക്കെ വന്ന് പറയുന്നുണ്ട്. നയനെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഡേവിഡ് അല്ല ജ്വല്ലറിയുടെ ഓണർ, അയാൾ ജസ്റ്റ് ബിനാമി മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. ഡേവിഡും മുത്തശ്ശനുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. മുത്തശ്ശനുമായിട്ട് ശത്രുതയിലുള്ള മറ്റാരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് മുത്തശ്ശനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങളുടെ കമ്പനിയെ തരം താഴ്ത്താനും വേണ്ടി അവരോരോ ചതികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അന്വേഷിക്കണമല്ലോ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അന്ന് നിന്നെ ചതിച്ച് ആ ഗ്രീന അവരെ കണ്ടെത്തണം. അതിനെപ്പറ്റി നന്ദുവിനോട് പറഞ്ഞിരുന്നു, അവളത് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നന്ദുവിൻ്റെ രീതിക്ക് അന്വേഷിക്കട്ടെ. നീ നിന്റെ ഈ വേഷം തകർത്ത് അഭിനയിച്ചു. ഈ ഒരു കാരണത്തിൽ കൂടി തന്നെ ജ്വല്ലറിയിലെ എല്ലാ രഹസ്യങ്ങളും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് വീണ്ടും ഡേവിഡിനെ കാണുകയാണ്. ആദർശ് ഡേവിഡിനോട് പറയുന്നുണ്ട്, ഈ ഡീലെല്ലാം തുറന്ന രീതിയിലുള്ളതായിരിക്കണം, ഇതിനകത്ത് ഒരു കള്ളത്തരവും പാടില്ല. എനിക്ക് നിങ്ങളുടെ കളക്ഷൻസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഈ ഡീലിൽ ഒപ്പുവെക്കാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അത് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും, ഇതിനകത്ത് ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ കണ്ട് ബോധിച്ചതിന് ശേഷം മാത്രം ഈ ഡീലിൽ ഒപ്പുവെച്ചാൽ മാത്രം മതി, ഇതിൽ ഒരു കള്ളത്തരവും ഉണ്ടായിരിക്കുകയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, കാരണം ഞങ്ങൾ മൂർത്തി ജ്വല്ലറിയുമായിട്ടാണ് ഇതുവരെ ഡീലിങ്സ് എല്ലാം നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും അതിനുവേണ്ടി തന്നെയാണ് അവിടെ നിന്ന് ഞാൻ വന്നത്. എന്നാൽ ഇപ്പോഴത്തെ മൂർത്തി ജ്വല്ലറിയുടെ ഗ്രാഫും പോക്കുകളും എല്ലാം വളരെ താഴ്ന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു മാറ്റത്തെ പറ്റി ചിന്തിച്ചത് പോലും. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ നിങ്ങളുടെ വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ എന്ന് എനിക്കറിയുകയും വേണം. അതുകൊണ്ട് നിങ്ങളുടെ ഗോൾഡ് നിർമ്മാണത്തിൻ്റെ എല്ലാ രീതികളിലും എല്ലാ മേഖലകളും എനിക്ക് കാണുകയും വേണം എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതിനെന്താ, നമുക്ക് എല്ലാ കാര്യങ്ങളും തെളിഞ്ഞ് ക്ലിയറായിട്ട് തന്നെ പോട്ടെ മുന്നോട്ട്, ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അങ്ങനെ അവർ തമ്മിൽ വാക്കാൽ ഡീൽ ഉറപ്പിച്ചതിന് ശേഷം ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആദർശ് പോയതിന് തൊട്ട് പിന്നാലെ തന്നെ നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട് നമ്മുടെ ഡേവിഡ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ, മുമ്പ് വന്നിരുന്നല്ലേ സിഖുകാരനായ ഒരു ഗോൾഡ് ആൻഡ് ഡയമണ്ട് വ്യാപാരി, അയാൾക്ക് സ്വർണവും ഇതുമൊക്കെ കൂടുതൽ വേണമെന്നാണ് പറയുന്നത്.
ഈ ഡീല് നമ്മൾ ഉറപ്പിക്കാൻ സാധിച്ചാൽ ഉത്തരേന്ത്യയുമായിട്ടുള്ള ഒരു ബ്രാഞ്ച് നമുക്ക് അവിടെയും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എന്തായാലും അയാൾ വന്നിരിക്കുന്നത് ചെറിയൊരു ഡീലുമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പ് മൂർത്തി ജ്വല്ലറിയുമായിട്ടാണ് അയാൾ ഡീലിംഗ് നടത്തിയിരുന്നത്. ഇപ്പോൾ തന്നെ 1000 കോടിയുടെ ഡീലാണ് നമ്മളുമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഡീല് എങ്ങനെയെങ്കിലും നമ്മൾ ഉറപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ അവർ നേരെ മൂർത്തി ജ്വല്ലറിയിലേക്കായിരിക്കും ചെല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താഴ്ന്നു നിൽക്കുന്ന മൂർത്തി ജ്വല്ലറി ഒറ്റയടിക്ക് മേളിൽ വരാനും സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അവർ പറയുന്ന കണ്ടീഷൻസൊക്കെ നമ്മൾ ഓക്കെ ആണെന്ന് പറയുക. ആ ഡീല് എങ്ങനെയാണെങ്കിലും നമുക്ക് തന്നെ കിട്ടിയേ മതിയാവുള്ളൂ. ഒരു കാരണവശാലും മൂർത്തി ജ്വല്ലറിയിലേക്ക് ആ ഡീല് മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച് ഈ ഡീല് മൂർത്തി ജ്വല്ലറിയിലേക്ക് പോയാൽ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ തകിടം മറിയും. അവർ ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും കയറുകയും നമ്മൾ താഴേക്ക് പോകാനും 100% സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് വില കൊടുത്തിട്ടും ആ ഡീല് നമുക്ക് കിട്ടിയേ പറ്റൂ. പക്ഷേ സാർ, ഈ വന്നിരിക്കുന്നയാൾ ഭയങ്കര ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു ആളാണ്. അയാൾക്ക് സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയെ പറ്റിയും അതിൻ്റെ മേക്കിങ്ങിനെ പറ്റിയൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡീലിൽ ഒപ്പുവെക്കുള്ളൂ എന്നാണ് പറയുന്നത്. അവർക്ക് ഈ സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയും അതേപോലെ പാരമ്പര്യം എല്ലാ കാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതുപോലെ ഒന്നൊരു ജുവല്ലറി അല്ലേ എന്നൊക്കെയാണ് അയാളുടെ സംസാര രീതി. അപ്പോൾ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താ പറയുന്നത്? ഈ മുഖംമൂടിയൊക്കെ വലിച്ചെറിഞ്ഞ് ഞാൻ രംഗത്ത് വരണമെന്നാണോ താൻ പറയുന്നത്? അത് പിന്നെ സാറ് തൽക്കാലം ഈ ഒരു ഡീലിങ്ങിന് മാത്രം ഒന്ന് കൂടെ നിന്നാൽ മതി. കാരണം അയാൾക്ക് എല്ലാത്തിനും ഒരു നിർബന്ധ ബുദ്ധിയുള്ളതുപോലെ. അതുകൊണ്ടാണ് ഇതുവരെ നടന്ന എല്ലാ ഡീലിങ്സിലും ഞാനല്ലായിരുന്നു ഒപ്പുവെച്ചത്. MD ആയിട്ടിരുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ ഇയാളുടെ ഈ നിർബന്ധങ്ങളൊക്കെ കാണുമ്പോൾ സാർ കൂടെയുള്ളത് നന്നായിരിക്കുമെന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, എന്നാൽ താൻ പറയുന്നത് പോലെ തന്നെ ആകട്ടെ. ഒരു ദിവസം നമുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാം. താൻ അയാളെയും കൂട്ടി എൻ്റെ റൂമിലേക്ക് വരൂ. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. എന്തായാലും ഒരു കാരണവശാലും ഈ ഡീലിങ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാനും പാടില്ല. ഇതൊരിക്കലും മൂർത്തി ജ്വല്ലറിക്ക് കിട്ടാനും പാടില്ല. എങ്കിൽ ഓക്കെ സാർ, ശരി, എന്നാൽ ഞാൻ പിന്നീട് വിളിക്കാം എന്നും പറഞ്ഞ് ഡേവിഡ് കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഡേവിഡ് ആദർശിനെ വിളിക്കുന്നുണ്ട്. ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയുമായിട്ട് തന്നെ ഈ ഡീലിങ്സ് ഒപ്പുവയ്ക്കണം. നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം. ഒരു മീറ്റിംഗ് കൂടി, അതിനുകൂടി സാർ വന്നാൽ നന്നായിരുന്നു എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഈ ഡീലിങ്സിനെ പറ്റി എനിക്ക് പേഴ്സണലായിട്ട് സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓഫീസിൽ വെച്ച് വേണ്ട, ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് കാണാം എന്നും പറഞ്ഞ് ഡേറ്റ് സമയവും ഒക്കെ വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ കിരണിനോടും നയനയോടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ആദർശ് പറഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡേറ്റിൽ തന്നെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ നിന്ന് ഡേവിഡ് ആദർശിനെ സ്വീകരിച്ചുകൊണ്ട് നാഗേന്ദ്രൻ്റെ റൂമിലേക്ക് പോവുകയാണ്. നാഗേന്ദ്രനെ കണ്ടപ്പോൾ ആദർശിന് പെട്ടെന്നൊന്നും കാര്യം മനസ്സിലാകുന്നില്ല. ആദർശ് ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇതാരാ ഇത്? ഈ മീറ്റിങ്ങിന് നമ്മൾ രണ്ടേ ഉണ്ടാവുള്ളൂ, പേഴ്സണലാണെന്നല്ലേ താൻ പറഞ്ഞത്? എന്നിട്ട് ആരാണ് മൂന്നാമതൊരാൾ? അത് പിന്നെ സാറിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വരൂ, അന്നിവിടെ ഇരിക്കൂ എന്നും പറഞ്ഞ് ആദർശിനെ അവിടെ ഇരുത്തുന്നുണ്ട്. സർ, ഇതാണ് ശരിക്കും ജ്വല്ലറിയുടെ ഓണർ. ഞാൻ ജസ്റ്റ് MD മാത്രം. ഇതെന്താണ് താൻ ഇപ്പം ഇങ്ങനെ പറയുന്നത്? തുടക്കത്തിലെ കള്ളക്കളികളാണോ? ആദ്യം തൊട്ടേ താൻ പറഞ്ഞത് തൻ്റെ കമ്പനിയാണ്, താനാണ് ഇതിൻ്റെ ഓണർ, MD എന്നൊക്കെയല്ലേ. ഇപ്പോഴത്തെ പുതിയൊരാൾ. ഇതുവരെ നടന്ന എല്ലാ മീറ്റിങ്ങുകളും താനാണ് ഓണർ, എല്ലാ രേഖകളിലും താനാണ് ഒപ്പിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അവസാന നിമിഷം ഇതാരാണ് പുതിയൊരു MD എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്? ഇതിൽ തന്നെ തട്ടിപ്പാണല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഈ ഡീലിങ്സ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ ഡേവിഡ് പറയുകയാണ്, അത് പിന്നെ സർ, കുറച്ച് സമയം ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണം. മറ്റൊന്നുമല്ല, ജ്വല്ലറിയുടെ ഓണർ ഇദ്ദേഹം തന്നെയാണ്, നാഗേന്ദ്രൻ സാറ്. അദ്ദേഹത്തിന് ഇപ്പോൾ താനാണ് ഓണർ എന്ന് പറഞ്ഞ് വെളിയിൽ വരാനോ മുഖം കാണിക്കാനോ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ ബിനാമിയാക്കിയിരിക്കുന്നത്. അതെന്താണ് ഇദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ പറ്റില്ലാത്തത്? അതിന് എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? അപ്പോൾ നാഗേന്ദ്രൻ പറയുകയാണ്, അത് പിന്നെ എനിക്ക് ചില സാഹചര്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. ഞാൻ ഈ രീതിയിലേക്ക് എത്തിയെന്ന് മറ്റുള്ള എൻ്റെ ശത്രുക്കൾ അറിഞ്ഞാൽ അവർ ഏത് വിധേനയും എന്നെ നിലംപതിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ ആരാണെന്നുള്ളതും ഇത് ജ്വല്ലറി എൻ്റെ ജ്വല്ലറിയാണെന്നുള്ള കാര്യവും മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദർശ് പറയാണ്, അത് സർവ്വസാധാരണമായി ഈ ബിസിനസ് രംഗത്തുള്ള എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഈ ശത്രുക്കളുള്ളത്. അങ്ങനെയുള്ളിടത്ത് ആരെങ്കിലും ഇതേപോലെ മറഞ്ഞിരുന്ന് ബിനാമിയെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കുകയാണോ ചെയ്യാറ്?
നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഈ കമ്പനിയോട് വലിയ വിശ്വാസ്യത ഉള്ള രീതി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നാഗേന്ദ്രൻ പറയണ അങ്ങനെയൊന്നുമില്ല, നല്ല വിശ്വസ്തയോടുകൂടി തന്നെ വളർന്നു വന്ന കമ്പനിയാണ് എൻ്റേത്. എനിക്ക് ചില ശത്രുക്കളുണ്ട്, ചില ശത്രുതയുണ്ട്. അതൊക്കെ നിലം പരിശാക്കണമെങ്കിൽ തൽക്കാലം ഞാനിങ്ങനെ മറഞ്ഞിരുന്നേ മതിയാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആദർശന് തൻ്റെ സംശയം ഊട്ടി ഉറപ്പിക്കുകയാണ്. താൻ വിചാരിച്ചതുപോലെ ഡേവിഡ് അല്ല ജ്വല്ലറിയുടെ തലപ്പത്ത്. ഇതിൻ്റെ ശത്രു നാഗേന്ദ്രനാണ്. നാഗേന്ദ്രൻ തൻ്റെ ഊഹം ശരിയാണെങ്കിൽ മറ്റാരുമല്ല. മൂർത്തിസ് ജ്വല്ലറിയോട് ഇത്രയധികം പുക മനസ്സിൽ കൊണ്ടു കിടക്കണമെങ്കിൽ നാഗേന്ദ്രൻ മറ്റാരുമല്ല എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് പറയുകയാണ് ആദർശ്. ഈ നാഗേന്ദ്രൻ അപ്പച്ചിയുടെ ഭർത്താവ് തന്നെയാണ്. അല്ലെങ്കിൽ ഇയാൾ മറിഞ്ഞിരുന്ന് ഇങ്ങനെ കള്ളക്കളി കളിക്കേണ്ട ഒരു കാര്യമില്ല. പണ്ട് ഇതേപോലെ ജ്വല്ലറിയിൽ നിന്ന് കള്ളത്തരം കാണിച്ചതിൻ്റെ പേരിൽ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ അടിച്ചിറക്കിയതാണ് മുത്തശ്ശൻ ഇയാളെ. അതിനുശേഷം ദുബായിൽ എവിടെയോ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നാണ് അറിഞ്ഞത്. അതിനുശേഷം അയാൾക്ക് ഇത്ര പണമോ പ്രശസ്തിയോ ഉണ്ടായിട്ടുമില്ല. അപ്പച്ചിയെയോ മക്കളെയോ അന്വേഷിച്ച് ഇന്ന് വരെ വന്നിട്ടുമില്ല. അതിനുശേഷം അപ്പച്ചിയോടോ അനന്തപുരിക്കാരോടോ യാതൊരുവിധ ബന്ധവും ഇയാൾ പുലർത്തിയിട്ടില്ല. അതിന് ഒരു കാരണം അപ്പച്ചി തന്നെയാണ്. അപ്പച്ചിക്ക് പണം കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കുന്നൊരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് മുത്തശ്ശൻ അയാളെ ഇറക്കി വിട്ടപ്പോൾ മക്കളെയും കൊണ്ട് അക്കൂട്ടത്തിൽ പോകാതെ അനന്തപുരിയിൽ തന്നെ നിന്നത്. ഇതിപ്പോൾ അയാൾ എവിടുന്നോ കാശുണ്ടാക്കിയിട്ട് മുത്തശ്ശനുമായിട്ട് പക വീട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അയാൾ വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതും. അങ്ങനെ ആ മീറ്റിങ്ങിന് ശേഷം തിരിച്ചു വന്ന ആദർശ് നയനയോടും കിരണിനോടും നാഗേന്ദ്രനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആൾ അപ്പച്ചിയുടെ ഭർത്താവാണെന്നും പണ്ടും ഇതേപോലെ ഓരോ കുരുത്തക്കേടും കുശാഗത ബുദ്ധിയും കാരണം മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് മുത്തശ്ശൻ ആട്ടി ഇറക്കിയതാണെന്നും ഈ നാട്ടിൽ നിന്ന് തന്നെ അയാളെ ഓടിച്ചു വിട്ടതാണെന്നും ആദർശ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അയാൾ മുത്തശ്ശനോടുള്ള പകയും വൈരാഗ്യവുമായിട്ടാണ് തിരികെ വന്നിരിക്കുന്നത്. ഒരു രൂപ പോലും കയ്യിലില്ലാതെ അനന്തപുരിയുടെ പടിയിറങ്ങേണ്ടി വന്നതുകൊണ്ട് തന്നെ അപ്പച്ചി അയാളുടെ കൂടെ പോയുമില്ല. അയാൾ ദുബൈയിലാണെന്നും അവിടെ എന്തോ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നും ഒക്കെ അറിഞ്ഞെങ്കിലും അയാളെ അന്വേഷിച്ച് പോകാനോ അയാളുടെ കൂടെയുള്ള ജീവിതം നിലനിർത്താനോ ഒന്നും അപ്പച്ചി ശ്രമിച്ചുമില്ല. അപ്പച്ചിക്ക് പണമുള്ളതായിരുന്നു ഏറ്റവും വലുതെന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പച്ചി അയാളെ അന്വേഷിച്ച് പോയില്ല. അനന്തപുരിയിലെ സുഖജീവിതം മാത്രം പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിന്നു. അയാളുടെ സ്വഭാവ രീതി വെച്ച് കഷ്ടപ്പെട്ടൊന്നും അയാൾക്ക് ഇത്തരം പണം സമ്പാദിക്കാൻ കഴിയില്ല. ഇത് എങ്ങനെയോ ഉടായ്പൊഴി വന്ന സ്വർണമാണ്. എങ്ങനെയാണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം. ആരെയോ തട്ടിച്ചോ വെട്ടിച്ചോ ഉണ്ടാക്കിയ സ്വർണ്ണമാണത്. അതുകൊണ്ട് തന്നെ ആ സ്വർണം കൊണ്ട് മൂർത്തിസ് ജ്വല്ലറിയെയും മുത്തശ്ശനെയും തരം പറ്റിക്കുക എന്നതാണ് അവരുടെ പ്രധാന ഉദ്ദേശം തന്നെ. കിരൺ അപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് ഒരു സിനിമാ കഥ പോലെയാണല്ലോടാ തോന്നുന്നത്. പണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നു, അയാൾ പോയി രക്ഷപ്പെടുന്നു, വളരെ കോടീശ്വരനായി തിരികെ വരുന്നു. എന്തായാലും കൊള്ളാം. എന്തായാലും ആ നാഗേന്ദ്രനെ നമുക്ക് പൂട്ടിയേ പറ്റുള്ളൂ. എന്നെ മുംബൈയിലും അതുപോലെ ദുബായിലും അയാൾ ചതിച്ചതാണ്. അതുകൊണ്ട് അയാളെ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ അയാൾക്കുള്ള മറുപടി കൊടുക്കുകയും വേണം. ഈ ഫീൽഡിൽ നിന്ന് തന്നെ അയാളെ തുടച്ചു മാറ്റണം എന്നിങ്ങനെ ആദർശം പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അനന്തപുരിയിൽ നവ്യ കട്ടക്കലിപ്പിലാണ്. അവള് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിരുന്നല്ലോ, അതുമായിട്ട് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ചന്തുമോള് കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇത് കണ്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങോട്ട് വരുന്നത്? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്നെ കൺവെട്ടത്ത് പോലും വന്നേക്കരുതെന്ന്. അപ്പോൾ ചന്തുമോള് പറയുന്നുണ്ട്, അത് ആ ലോറി എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അത് എനിക്ക് തരുമോ? പിന്നെ നിനക്ക് കളിക്കാൻ കളിപ്പാട്ടങ്ങൾ വേണമെങ്കിൽ നിന്റെ അച്ഛനോട് വാങ്ങിത്തരാൻ പറ. അയാൾ ഈ നാട് വിട്ട് തന്നെ പോയേക്കുമല്ലേ. നിന്നെ ഒന്ന് കാണാൻ പോലും അവർ രണ്ടുപേരും വരുന്നില്ലല്ലോ. എന്തൊക്കെയായിരുന്നു സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ നിന്നെ വളർത്തുന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ സ്വന്തം കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് അവളങ്ങ് പോയില്ലേ അവളുടെ കാര്യം നോക്കിയിട്ട്. ബാക്കിയുള്ളവർക്ക് ശല്യത്തിനായിട്ട് ഇവിടെ കൊണ്ടിട്ടേക്കുവാ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്തുമോളെ ഒരുപാട് വഴക്ക് പറയുമ്പോൾ ചന്തുമോള് കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓടി ഇറങ്ങി പോവാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ചന്തുമോളെ ദേവ്യാനി കാണുകയാണ്. ദേവ്യാനി ഓടി വന്ന് ചന്തുമോളെ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ കരയുന്നത്? എന്തിനാ നവ്യാമ്മ മോനെ വഴക്ക് പറഞ്ഞോ? അതെ അമ്മൂമ്മേ, ഞാൻ അനന്തമോൻ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടം എനിക്കിവിടെ ഒന്ന് കളിക്കാൻ തരുമോ എന്ന് ചോദിച്ചതിന് നവ്യാമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എനിക്ക് ആ കളിപ്പാട്ടം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കും അതുപോലെ ഒരെണ്ണം വാങ്ങി തരുമോ അമ്മൂമ്മേ?
ഇത് കേൾക്കുമ്പോൾ ദേവി എനിക്ക് സങ്കടം വരുന്നുണ്ട്. അതിനെന്താ, മോക്ക് എത്ര ഡോൾ വേണമെങ്കിലും അച്ഛനോടും അമ്മയോടും പറഞ്ഞ് വാങ്ങിപ്പിക്കാമല്ലോ. നമുക്ക് എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ മതി. മോൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? മോൾ എന്തിനാ ഇതൊക്കെ ചോദിക്കാനായിട്ട് അവിടെ പോകുന്നത്? അവിടെ പോയി കുഞ്ഞിൻ്റെ കൂടെ കളിക്കില്ലെന്ന് മോളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇല്ല, ഇനി ഞാൻ പോവില്ല, ഇനി ഞാൻ കുഞ്ഞാവയുടെ കൂടെ കളിക്കാൻ പോവില്ല എന്നും പറഞ്ഞ് ചന്തുമോള് പൊട്ടിക്കരയാണ്. ഇതും കണ്ടുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ മോളെ പ്രശ്നം? എന്തിനാ മോള് കരയുന്നത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്ത് പറയാനാ അച്ഛാ, ആ നവ്യയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ട്. അതിന് ഇപ്പം എന്തിനാ മോള് കരയുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ മോള് പറയുന്നുണ്ട്, അത് കുഞ്ഞിൻ്റെ കൂടെ മേളിലൊരു കളിപ്പാട്ടം വെച്ച് അവൾ കളിക്കാൻ പോയതിന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നവരെ പറഞ്ഞ് കുഞ്ഞിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു നവ്യ. അതിനെന്താ, മോക്ക് എന്തോരം പാവം വേണമെങ്കിലും ഈ മുത്തശ്ശൻ മേടിച്ചു തരുമല്ലോ. പിന്നെ എന്തിനാ മോളിങ്ങനെ കരയുന്നത്? എന്തായാലും മോള് വാ, ഞാനൊന്ന് നോക്കട്ടെ അവൾ എന്താ പറയുന്നതെന്ന് എന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുത്തശ്ശൻ മേളിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നവ്യ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവിടെ ആ കളിപ്പാട്ടങ്ങളൊക്കെ കിടപ്പുണ്ടല്ലോ, മോൾ അതെടുത്ത് വെച്ച് കളിച്ചോ. മുത്തശ്ശനല്ലേ പറയുന്നേ, ഇവിടെ എന്താ മോളെ പറയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു വെച്ച് കുഞ്ഞിനെ കൊണ്ട് കളിപ്പിക്കുകയാണ്. കുറച്ചു നേരം കുഞ്ഞ് കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം മുത്തശ്ശൻ പോയ സമയത്തേക്കാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ വരുമ്പോൾ ചന്തുമോള് വീണ്ടും കളിപ്പാട്ടങ്ങൾ എടുത്തു വെച്ച് കളിക്കുന്നത്. ഇത് കാണുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നവ്യ ദേഷ്യത്തോടു കൂടി വന്ന് കുഞ്ഞിനെ വലിച്ചെടുത്തിട്ട് പറയുന്നുണ്ട്, എടി നിന്നോടല്ലേ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, നിന്നെ ഇവിടെ ഇറക്കി വിട്ടതല്ലേ ഞാൻ. എൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടത്തെ തൊട്ടു പോകരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഈ മുറിയിലേക്ക് നിന്നോട് കയറരുന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? മസ്ലീകരം ഈ വീട് തന്നെ നശിപ്പിക്കാനായിട്ടുണ്ടായ അസുര വിത്ത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് വന്ന് ഒറ്റ തള്ളു കൊടുക്കുന്ന രീതി വലിച്ചെറിയുകയാണ്. ഇതിൻ്റെ ആഘാതത്തിൽ തന്നെ സ്റ്റെപ്പിൽ നിന്ന് കുഞ്ഞ് ഉരുണ്ട് താഴേക്ക് വീഴുകയാണ്. മുത്തശ്ശൻ്റെ മുന്നിലേക്കാണ് കുഞ്ഞ് വന്ന് വീഴുന്നത്. ഇത് കണ്ട് ദേവയാനി മുത്തശ്ശനൊക്കെ ഓടി വന്ന് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. അഹങ്കാരി, അവളുടെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർത്തു കൊടുക്കാം. അവൾക്ക് പറയരുത് എന്ന് വെച്ച് മനസ്സിൽ മറച്ചു വെച്ച പല കാര്യങ്ങളും അവളോട് ഇന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി കുഞ്ഞിനെ വാരിയെടുത്ത് മുത്തശ്ശൻ നവ്യയുടെ അരികിലായിട്ട് ചെല്ലുകയാണ്. മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിൻ്റെ അരികെ ദേഷ്യം തീർക്കുന്നത്? എന്തിനാണ് നീ എന്നെ കൊല്ലാൻ നോക്കിയത്? ദേ മുത്തശ്ശ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഈ സാധനത്തിനെ കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെടുത്ത് തലയിൽ വെച്ചോ. ആദർശിൻ്റെ അവിഹിതത്തിലുണ്ടായ മോളല്ലേ ഈ കുഞ്ഞിനെ കാണുന്നതോ എൻ്റെ കുഞ്ഞുമായിട്ട് കളിക്കുന്നതോ എൻ്റെ റൂമിൽ കയറുന്നതോ പോലും എനിക്കിഷ്ടമില്ല. ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നീ എന്താ നവ്യ പറഞ്ഞത്? നിനക്ക് ഈ കുഞ്ഞിനെ ഇഷ്ടമല്ലെന്നോ? നിന്റെ കുഞ്ഞിൻ്റെ കൂടെ ഇതിരുന്ന് കളിക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നോ? എന്നാൽ നീ കേട്ടോ, ഈ കുഞ്ഞ് നീ വിചാരിക്കുന്നത് പോലെ ആദർശിൻ്റെ കുഞ്ഞല്ല, നിന്റെ ഭർത്താവിൻ്റെ ചോരയിലുണ്ടായ സന്തതിയാ. അനഘയെ ചതിച്ചത് ആദർശല്ല, നിന്റെ ഭർത്താവ് അഭിയാണ്. ഇത്രയും നാളും നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതിൻ്റെ പേരിലാണ് ആരും ഇത് നിന്നോട് പറയാതിരുന്നത്. ഇനിയും ഇത് മറച്ചു വെക്കുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല. ഇങ്ങനെ പോയാൽ നീ ഈ കുഞ്ഞിനെ കൊല്ലാൻ പോലും മടിക്കില്ല. അതുകൊണ്ട് ഈ സത്യങ്ങളെല്ലാം ഇനി നീ തുറന്നു അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഇനി നീ ഒന്ന് മനസ്സിലാക്കിക്കോ, ഇത് ആദർശിൻ്റെ കുഞ്ഞല്ല, നിന്റെ ഭർത്താവ് അബിയുടെ കുഞ്ഞാണ്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇത് നിന്നോട് തുറന്നു പറയരുത് എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ്റെ പുറത്താണ് ദേവയാനി പറയുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ അമ്മായിയമ്മയും അതുപോലെ നിന്റെ കെട്ടിയോനും നിന്നനുസരിക്കുന്നത്. പറയുന്ന ഏത് പണി പോലും ഒരു മടിയില്ലാതെ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേനും ആകെ സ്തംഭിച്ചു പോവുകയാണ് നവ്യ. മുത്തശ്ശൻ തന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് ആദ്യം പറയുന്നത് എന്ന് ആദ്യമൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഓരോന്നൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ നവ്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അബിയുടെ കുഞ്ഞു തന്നെയാണെന്ന്.